അസ്സലാമലൈക്കും ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ബീട്രൂട്ട് പച്ചടി എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇനി ഓണം വരികയാണല്ലോ, അപ്പോൾ നമുക്ക് സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഈ ബീട്രൂട്ട് പച്ചടി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ദാ ബീട്രൂട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഇതുപോലൊരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഈ ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാട്ടോ ചെയ്യണത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ദാ ഇതുപോലെ മുഴുവനും ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദാ ബീട്രൂട്ട് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചെടുക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി. ഈ ബീട്രൂട്ട് തന്നെ വെള്ളം ഉണ്ടാവും. വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വേവിക്കാനായിട്ട് നേരെ അടുപ്പിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ദാ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് തിളച്ചിരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ആ നാളികേരം ചിരകിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു നാളികേരത്തിൻ്റെ പകുതി മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ എന്നിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഓവറായിട്ട് ഒഴിച്ചെടുക്കരുത് കേട്ടോ. ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ദാ ഇതോടെ നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ബീട്രൂട്ട് നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള നാളികേരത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഉപ്പേരിക്ക് വേവിക്കണം അത്ര തന്നെ ഇത് വെന്ത് കുഴഞ്ഞു പോകുന്നു വേണ്ട കേട്ടോ. അപ്പോൾ ദാ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നാളികേരത്തിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ നാളികേരത്തിൻ്റെ മിക്സ് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ടാട്ടോ നാളികേരമൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ തൈര് ഒഴിച്ചെടുക്കുകയാണ്. 2 തവി തൈരാട്ടെ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് തൈര് എടുക്കുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത തൈര് എടുക്കാൻ നോക്കുക കേട്ടോ. തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലതുപോലെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. തൈര് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതായത് തൈരൊക്കെ ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ ബീട്രൂട്ട് പച്ചടി റെഡിയായി. അപ്പോൾ അതാ നമ്മളെ ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കറിവേപ്പില നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് 2-3 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തീ ഓഫ് ചെയ്യാതെ നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണക്കമുളക് പെട്ടെന്ന് കരിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആ ചൂടിൽ കിടന്നിട്ട് തന്നെ ഉണക്കമുളക് മൊരിഞ്ഞ് വന്നോളൂ. ഇനി ഇതെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് പച്ചടിക്ക് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബീട്രൂട്ട് പച്ചടി ആയിട്ടത് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ നമ്മളെ ബീട്രൂട്ട് പച്ചടി. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി നോക്കാം കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.